സാറേ, ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയിട്ട് ഇപ്പോൾ 48 മണിക്കൂറാവാൻ പോവുകയാണ്. എന്നാൽ CPM-ന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ, അതായത് മന്ത്രിയെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് വർഗീയത ആര് പറഞ്ഞാലും യോജിപ്പില്ല. പക്ഷേ മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്, സജി ചെറിയാൻ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും ജയം, അതായത് ജനപ്രതിനിധികൾ അവർ ജയിച്ചല്ലോ, അത് കൂടുതലും ഉദ്ദേശിച്ചത് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, മുമ്പ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം പോയിരുന്നു. അദ്ദേഹം വിവാദ പരാമർശം നടത്തി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം, അന്ന് ഭരണഘടനയെ കുന്തം കുടച്ചക്രം പോലുള്ള പരാമർശങ്ങൾ സജി ചെറിയാൻ നടത്തി അദ്ദേഹത്തെ പദം പോയിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഈ സജി ചെറിയാൻ്റെ പരാമർശത്തിനെതിരെ DGPക്ക് പരാതിയൊക്കെ നൽകിയിരുന്നു. അത് മാത്രമല്ല, ഇവർ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും നിലമ്പൂർ ഇലക്ഷനിലും അതുപോലെ പാലക്കാട് ബൈ ഇലക്ഷനിലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, AK ബാലൻ എന്നിവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് CPM-ലെ 2 പേർ, ഒന്ന് അരൂർ MLA ദലീമ ജോജോയും അതുപോലെ താനൂർ MLA V അബ്ദുറഹ്മാനും ജമാഅത്ത് ഇസ്ലാമിലെ വേദി പങ്കിട്ടു. അതിൽ ദലീമ ജോജു പറയുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുകയും രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുകയും മതരാഷ്ട്രവാദികളാണെന്നും ഹുക്കൂമത്തെ ഇലാഹി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇലാഹി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനയാണെന്ന് പറയുമ്പോഴും ഇവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല. ഒപ്പം സജി ചെറിയാൻ്റെ പ്രസ്താവനയെ നമുക്ക് ഏത് രീതിയിൽ കാണാം? അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആര് വർഗീയത പറഞ്ഞാലും അവരെയൊക്കെ എതിർക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇന്നിപ്പോൾ ഭരണം കിട്ടാൻ വേണ്ടി ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും കയറിയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പിണറായിസത്തിന്റെ പ്രത്യേകത. ആ പിണറായിസത്തിന്റെ പ്രത്യേകതയുള്ള സമയത്ത് 2016 ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി എല്ലാ മുസ്ലിം സംഘടനകളെയും, താഴെ കിടക്കുന്ന ചെറിയ സംഘടനയെ SDPI അടക്കമുള്ള, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള, മദനിയുടെ പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികളെയും കോർത്തിണക്കിക്കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിലെത്താൻ വേണ്ടി ഒരു മുസ്ലിം ധ്രുവീകരണം കൊണ്ടുവന്ന ആളാണ് പിണറായി വിജയൻ. അന്ന് എന്നെ അടക്കം, ഞാൻ ലാവ്ലിൻ കേസിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ അടുത്ത് മുസ്ലിം സംഘടനകൾ ബന്ധപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെ പിണറായി വിജയനെതിരെയുള്ള ഫൈറ്റ് നമുക്ക് അവസാനിപ്പിക്കണം, തൽക്കാലമെങ്കിലും അവസാനിപ്പിക്കാം. ഈ ഭരണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം VS അച്യുതാനന്ദനായിരിക്കും മുഖ്യമന്ത്രി. അപ്പം നമുക്ക് അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളൊക്കെ നമുക്ക് കൃത്യമായി നടപ്പാക്കാം, കുറച്ച് കാലത്തെ സൈലൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണ്ടായി. അപ്പം അന്ന് മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിച്ചത്. 2021 കോവിഡും അതിലെ പെൻഷനും ഒക്കെ കൊടുത്ത് തൽക്കാലം ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിലെത്തി. ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്ന രീതി ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, ഹിന്ദു വോട്ടുകൾ നേടാനുള്ള മാർഗം ഉണ്ടാവുക, മറുഭാഗത്ത് മുസ്ലിം വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ച് UDF പോയിക്കോട്ടെ എന്നുള്ള നിലപാടെടുക്കുക. ഇതാണ് ഇപ്പം നടന്നുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന അത്രയും വലിയ വർഗീയതയാണ് പിണറായി വിജയൻ തൻ്റെ അനുയായികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പിണറായി വിജയൻ്റെ മനസ്സ് സൂക്ഷിക്കുന്ന ആളാണ് സജി ചെറിയാൻ. അദ്ദേഹമാണ് ഈ യോഹന്നാൻ്റെ ട്രസ്റ്റ് വഴി കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കള്ളപ്പണം അയച്ചു കൊടുത്തുള്ളതെന്നുള്ള രേഖകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അതേ വളരെ ഗുരുതരമായ ആരോപണം പിണറായി വിജയനെതിരെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള പിണറായി വിജയന്റെ ഏറ്റവും വലിയ സ്വന്തം സഹചാരിയാണ്. എന്തും കൂടെ നിന്നിട്ട് ഇത്ര തട്ടിപ്പുകൾ നടത്തുന്ന ആളാണ് ഈ സജി ചെറിയാൻ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമൊന്നും ഇപ്പോഴത്തെ ബാധകല്ലോ. അല്ല, ഞാൻ പറയണ അത്രയും ഉന്നത പദവി ഇരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വോട്ട് ഏകീകരണം നടത്തുമ്പോൾ ആർക്കാ ഗുണം കിട്ടുക? BJPക്ക്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നത്? അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങൽ, ആലപ്പുഴ പോലുള്ള പല മണ്ഡലങ്ങളിലും CPM പുറകോട്ട് പോയി. ഉദാഹരണം പറയുകയാണെങ്കിൽ
കായംകുളത്ത് CPM സ്ഥാനാർത്ഥിയായ AM ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പോയി. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് 3ാം സ്ഥാനത്തേക്ക് AM ആരിഫ് പോയി. അതേപോലെ തന്നെ ആറ്റിങ്ങലിലും പല മണ്ഡലങ്ങളിലും CPM-ന് തിരിച്ചടിയേറ്റി. ഈഴവ വോട്ടുകൾ നന്നായി BJP പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 2.5 ലക്ഷത്തിന് മേലെ 3 ലക്ഷത്തിനടുത്ത് 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ സമാപിച്ചത്. ഹരിപ്പാടൊക്കെ 2ാം സ്ഥാനത്തെത്തി. അത് നിസ്സാര കാര്യമല്ല. CPM-ന് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് കായംകുളം. അത് മാത്രം ആറ്റിങ്ങലും മറ്റേ CPM-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്ന കാര്യമാണ്. കൊല്ലത്ത് ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ, നഗരസഭാ ഇലക്ഷനിൽ, കോർപ്പറേഷൻ ഇലക്ഷനിൽ ഈ ഈഴവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് BJP വിജയിച്ചത്. അതെ. അപ്പൊ ഈ വിധത്തിൽ ആർക്കാണ് ഗുണം കിട്ടുന്നത്? BJP-ക്കാണ്. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം BJP-യെ വിജയിപ്പിച്ചു കൊടുക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതിന് കാരണം അദ്ദേഹത്തിന്റെ കേസുകളാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള കേസുകൾ, മകനെതിരെയുള്ള കേസുകൾ, ഭാര്യക്കെതിരെയുള്ള കേസുകൾ നിൽക്കുമ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അനുസരിക്കുന്ന ഒരു പാവ മാത്രമാണ് പിണറായി വിജയൻ. പിണറായി വിജയന് പാർട്ടി വളരുകയല്ല, പകരം BJP-യെ വളർത്തി കൊടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സജി ചെറിയാന്റെ പ്രസ്താവന, AK ബാലന്റെ പ്രസ്താവനയൊക്കെ വന്നിരിക്കുന്നത്. പഴയ കാലത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് അമ്മയെ പുറത്താക്കുമായിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടാവുന്നത് CPM-നല്ല ഗുണം ചെയ്യുന്നത് BJP-ക്കാണ്. അത് കൃത്യമായി മനസ്സിലാക്കി അതിന് വേഗത കൂട്ടാൻ വേണ്ടി അമിത്ഷാ പറയുന്ന പ്രകാരം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അമിത്ഷായുടെ കാല് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് പിണറായി വിജയൻ. അതിന് കാരണം അദ്ദേഹത്തിന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് മാർഗം സ്വീകരിക്കാനും അദ്ദേഹം തയ്യാറാണെന്നുള്ളതിന്റെ അവസാന തെളിവാണ് ഈ സജി ചെറിയാനെ കൊണ്ട് ഇത്തരം പ്രസ്താവനയൊക്കെ ഇറക്കിപ്പിക്കുന്നതും. അതേപോലെ ബാലനെ കൊണ്ട് വർഗീയ പ്രസ്താവന. ബാലൻ പറഞ്ഞത് അറിയാലോ, ജമാഅത്ത് ഇസ്ലാമി, അതായത് മുസ്ലിം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അപ്പൊ അതേ ജമാഅത്ത് ഇസ്ലാമിന്റെ പരിപാടികളിലാണ് അബ്ദുറഹിമാനും ദലീമ ജോജോയും, അരൂർ MLA ദലീമ ജോജോയും പങ്കെടുത്തത്. ഈ ദലീമ ജോജോ എന്ന് പറഞ്ഞാൽ അരൂരുകാർക്ക് ഇലക്ഷൻ ജയിച്ച് പോയ ശേഷം എന്നല്ലാതെ എവിടെ പാട്ടും പാടി നടക്കുന്നില്ല. ആ മണ്ഡലവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ജനങ്ങൾ വിളിച്ചാൽ കിട്ടാത്ത ഒരാളാണ്. അത് മാത്രമല്ല സാറേ, ഈ ദലീമ ജോജോ പങ്കെടുത്ത പരിപാടിയിൽ ദലീമ ജോജോക്കൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന അമീറായ P മുജീബ് റഹ്മാൻ വേദി പങ്കെടുക്കുകയും ചെയ്തു. ഇത്തരം ആളുകൾക്കെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കുന്ന പിണറായി വിജയനും അതേപോലെ AK ബാലനും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആണ്. ഇവർ വോട്ട് പിടിക്കാൻ പ്രാദേശികമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടുന്നു. അതേസമയത്ത് മുകളിൽ നിന്ന് പിണറായി വിജയന് സമ്മർദ്ദപ്രകാരം BJP നേതാക്കന്മാരുടെ അമിത്ഷായുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ പറയുന്നു. എന്നിട്ട് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് SNDP വോട്ടുകളും ഈഴവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും അവിടെ എത്തിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് മുസ്ലിം ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ UDF-നാണ് ഗുണം ചെയ്യുന്നത്, തിരിച്ചിട്ട് അതിന്റെ ഗുണം BJP-ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പിണറായി BJP-യുടെ ഇവിടുത്തെ ഗ്രാൻഡ് അംബാസഡർ. അതായത് SNDP NSS-ഉം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് VD സതീഷിനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയത്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ സുകുമാരൻ നായർ ആരെ തോപ്പിക്കാൻ പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റായിട്ടേ സംഭവിക്കാറുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് VM സുധീരനെ തോപ്പിക്കണമെന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തു. ജയിച്ചതോ സുധീരൻ തന്നെ. KC വേണുഗോപാലിനെ തോപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തു. റിസൾട്ട് വന്നപ്പോഴോ KC വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അല്ല, ഈ വെള്ളാപ്പള്ളിയും അതേപോലെ സുകുമാരൻ നായരൊക്കെ വർഗീയതയുടെ പര്യായമാണ്. പിണറായി വിജയന്റെ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഈ വെള്ളാപ്പള്ളിക്ക് കുറെ കേസുണ്ട്. മൈക്രോ ഫൈനാൻസ് കേസിൽ ഏത് സമയത്ത് തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കാവുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പുറത്ത് മരുമകനെ ഒരു ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് മരുമകൻ. ആ മരുമകന് സീറ്റ് കൊടുക്കാൻ CPM സീറ്റ് കൊടുക്കാന്നുള്ള ധാരണ പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ പറയുന്ന അനുസരിച്ച് തുള്ളുന്ന 2 പാവകൾ മാത്രമാണ്, വർഗീയ കോമരങ്ങൾ മാത്രമാണ് ഈ 2 നേതാക്കന്മാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പണ്ട് ഒരു മാറ്റം ഉണ്ടായി. ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായിട്ട് മാത്രമാണ് കാര്യങ്ങൾ വരേണ്ടത് എന്ന് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയുണ്ട്. അതൊക്കെ മാറി ഇപ്പം അവരാണ് ഏറ്റവും വലിയ വർഗീയത പരത്തുന്ന
ഇവിടുത്തെ ഏജന്റുമാർ എന്ന് തെളിയിക്കണം ഓരോ ദിവസവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ പരിപാടികളടക്കം CPM നേതാക്കന്മാർ പങ്കെടുക്കുന്നത്. അവർക്ക് ഒരു നിലപാട് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ജനങ്ങൾ ഏത് വഴിക്കും ജയിക്കുക, അധികാരത്തിൽ തുടരുക, BJPയെ വളർത്തുക, കോൺഗ്രസിനെ UDFനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പണ്ട് വിവേകാനന്ദ പറഞ്ഞ പോലെ ഭ്രാന്താലയമാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ ഈ അവസാന കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടി CPMനെ പരിപൂർണമായി നശിപ്പിക്കുന്നത് എന്ന് തീർത്ത് പറയാൻ പറ്റും. അത് മാത്രമല്ല സാറേ, ഈ ഞാൻ പറഞ്ഞത് സജി ചെറിയാന്റെ പ്രസ്താവന സജി ചെറിയാൻ നടത്തിയത് ആലപ്പുഴയിൽ വെച്ചാണ്. ഈ പ്രസ്താവന വന്നിട്ട് 48 മണിക്കൂറായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ CPMന്റെ സമുന്നതരായ പല നേതാക്കൾ MA ബേബിയുടെ ഭാഗത്തുനിന്നോ ഒരു ഇതിനെ തള്ളിക്കൊണ്ടൊരു പ്രസ്താവന പോലും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം, മുസ്ലിം വോട്ടുകൾ എന്തായാലും ഇത്തവണ, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ കിട്ടില്ലെന്നും അത് വേണ്ടെന്നും അവർ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, സജി ചെറിയാൻ ഒരു ക്രൈസ്തവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ, അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് കൂടി കിട്ടണം. മുസ്ലിം വോട്ടുകളൊക്കെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൊണ്ടുപോയി. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ തനിക്കും വേണം, അത് തൻ്റെ പാർട്ടിക്കും വേണമെന്നും കൂടി പറയാതെ പറയുകയല്ലേ? അല്ല, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. മുമ്പ് പാർട്ടി എന്ന് പറയുന്നത് മതേതരത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി, ജാതി മതം പറയാത്ത, വർഗീയത പറയാത്ത പാർട്ടിയാണെങ്കിൽ ഇന്ന് വർഗീയത പറഞ്ഞാലേ ഇവരെപ്പോഴും ഈ മതേതരത്തെ കുറിച്ച് അതെ, വർഗീയത പറഞ്ഞാലേ ഇനി നിലനിൽപ്പുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് ദിവസേന നേതാക്കന്മാർ ഇപ്പം കോൺഗ്രസിലേക്കും അതേപോലെ BJPക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ VS അച്യുതാനന്ദൻ എന്തൊക്കെയാണോ പടുത്തുയർത്തിയത്, അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തിയ കണ്ടില്ലേ? ആ ഒഴുകിയെത്തിയ ആളുകളൊക്കെ തന്നെ ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോകും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തക സ്ഥലങ്ങളിലടക്കം അവരുടെ ശക്തമായി അടിവേരുള്ള സ്ഥലമടക്കം UDFിലേക്ക് പോയി എന്ന് അറിഞ്ഞിട്ടും അത് എങ്ങനെയെങ്കിലും ക്ലിയർ ആക്കാനുള്ള പരിപാടിയല്ല. പകരം പിണറായി വിജയന്റെ കേസിൽ പെട്ട് പിണറായി വിജയനും ഭാര്യയും മകളൊക്കെ അറസ്റ്റിലാവും എന്നുള്ള പേടിയിൽ BJPക്ക് വേണ്ടി എന്ത് ദാസ്യപ്പണിയും ചെയ്യുന്ന, അതായത് കേരള തുകാടിയായിട്ടാണ് വെള്ളാപ്പള്ളിനെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, കോഴിക്കോട് മാൻഹോളിൽ വീണ് മരിച്ച നൌഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയപ്പോഴാണ് മരിച്ചത്. അന്നും വെള്ളാപ്പള്ളി കൊടും വർഗീയത, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ BJPയുടെയും RSSന്റെയും നേതാക്കൾ നടത്തുന്ന വിഷം തുപ്പുന്ന വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ കേരള തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ച പിണറായി ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പാദസേവ ചെയ്യുകയാണെന്നത് അത്യന്തം ലജ്ജാകരമായ കാര്യമല്ലേ? അല്ല, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആ പാർട്ടിയെ നശിപ്പിച്ച് മതേതരവാദികളായ സാധാരണ CPM പ്രവർത്തകർ, ഇടതുപക്ഷ പ്രവർത്തകർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ട് തള്ളുകയാണ്. അതോടൊപ്പം പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് BJPക്ക് ഹിന്ദു വോട്ടുകൾ പോവുക, ഇനി തനിക്ക് ശേഷം പ്രളയം, മാർക്സിസ്റ്റ് പാർട്ടി നശിച്ചാലെന്താ, ഇടതുപക്ഷം നശിച്ചാലെന്താ, പകരം BJP എങ്ങനെ അധികാരത്തിൽ എത്തിക്കണം എന്നുള്ള മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ആ പാർട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണ പ്രകാരം വോട്ട് കൈമാറ്റം ചെയ്യുന്നതിന് CPMന്റെ അണികൾക്ക് പോലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള രൂപത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട്. കാരണം ഹിന്ദു വോട്ടുകൾ, CPMലെ ഹിന്ദു വോട്ടുകൾ എങ്ങനെയെങ്കിലും BJPക്ക് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് എത്തിക്കുക കൂടിയാണ്. അത് മാനസികമായി അവരെ തയ്യാറെടുപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ കൂടിയാണ് പിണറായി വിജയൻ പയറ്റുന്നത്. അതൊക്കെ മുകളിൽ നിന്നുള്ള അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ നിർദ്ദേശമുണ്ട്. ഈ പിണറായി വിജയൻ അറസ്റ്റിലാക്കണ്ടെങ്കിൽ, മകൾ അറസ്റ്റിലാക്കണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് മാത്രമല്ല സാറേ, കഴിഞ്ഞ ആഴ്ച CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടിയപ്പോഴേ MA ബേബി ഉൾപ്പെടെയുള്ള പല മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുത്ത മീറ്റിംഗിൽ പറഞ്ഞു, ഇലക്ഷൻ കാലമാണ്, നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാവണം, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവധാനതയോടും പക്വതയും പുലർത്തണം, വിവാദപരമായ പരാമർശങ്ങൾ പാടില്ലെന്ന് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് മാധ്യമവാർത്തകളാണ്, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് MA ബേബി അഖിലേന്ത്യാ സെക്രട്ടറി വളരെ അസംതൃപ്തനാണ് ഈ പിണറായിയുടെയും കേരള ഘടകത്തിൻ്റെയും പോക്കിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹം തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയ ഈ കാര്യത്തിന് പിണറായി വിജയനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനുള്ള ഒരു പഠനമാണ് നടത്തുന്നത്. പിണറായി വിജയനെ മാറ്റിയില്ലെങ്കിൽ പാർട്ടി പൂർണ്ണമായി നശിക്കുകയാണെന്നും ബംഗാളും ത്രിപുരയെ പോലെ ഇല്ലാതാകുകയാണെന്നും ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന സ്ഥിതിയിലേക്കാണ്
എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സവിശേഷത. വി ഡി സതീശനെ ഒറ്റപ്പെടുത്തില്ല. കാരണം പ്രത്യേകിച്ച് സുകുമാര സാമുദായിക സംഘടനകൾക്കും പ്രത്യേകിച്ച് വർഗീയതക്കെതിരെ അതിശക്തമായ നിലപാടാണ് വി ഡി സതീശൻ എടുക്കുന്നത്. പക്ഷെ വി ഡി സതീശന് മുന്നണിയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും കാര്യമായൊരു പിന്തുണ കിട്ടാത്തൊരു ഉള്ള പോലെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രത്യേകിച്ച് ഈ ചിഹ്നത്തിലേക്ക് ഒരു അരവഴമ്പൻ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ആരെന്ത് പ്രസ്താവന പുറപ്പെടുവിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ നിലപാട് കേരള ജനങ്ങളുടെ മനസ്സാണ്, മതേതരത്തിന്റെ മനസ്സാണ്. അതിന് വൈഡായിട്ടുള്ള പിന്തുണയാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പാർട്ടിയുടെ ചില നേതാക്കന്മാർ ഇവരുടെ SNDP NSSന്റെ ഒക്കെ തടവറയിൽ കഴിയുന്ന ആൾക്കാരാണ്. അത്തരം ആളുകളാണ് ഈ NSSനെ SNDPനെയൊക്കെ പേടിക്കുന്നത്. സത്യത്തിൽ SNDPയിലെ NSSലുള്ള ആളുകളടക്കം സാധാരണ മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ, ജാതി മതങ്ങൾക്ക് അപ്പുറം ചിന്തിക്കുന്ന ഒരു കേരളമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇത്തരം ഭ്രാന്തമായ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന സമീപനത്തെ വീണ്ടും കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആ ഒരു നേതാവാണ് വരേണ്ടത് എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നു. അതാണ് സത്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.